എല്ലാവർക്കും മണിവീണ വീട്ടുമ്പോൾ എന്ന പ്രോഗ്രാമിലേക്ക് ഹാർദവമായ സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് ഏതിൽ ആരംഭിക്കണം പറയും. ഇന്ന് നമ്മൾ ഇപ്പം മണിച്ചേട്ടൻ്റെ എനിക്ക് കോമഡിയും എല്ലാ ക്യാരക്ടറും മണിച്ചേട്ടൻ ചെയ്യുന്നുണ്ട് എല്ലാം. അപ്പോൾ മനസ്സിൽ ശരിക്കും പറഞ്ഞാൽ ഒന്ന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട രണ്ട് ഫിലിമിൽ രണ്ട് ക്യാരക്ടറുണ്ട്. എല്ലാ ക്യാരക്ടറും ഇഷ്ടമാണ്. ഏതൊക്കെയാണ്? അത് ചോട്ടാ മുമ്പേലെ വില്ലൻ കഥാപാത്രം, പിന്നെ രാക്ഷസ രാജാവ് എന്ന സിനിമയിൽ ഭയങ്കര എൻട്രിയിൽ ഡിഫറൻറ്റ്, നല്ല ഡിഫറൻറ്റ് വിക്കനായിട്ടുള്ള കഥാപാത്രം അല്ലേ. ശരിക്കും വിക്കൻ്റെ കഥാപാത്രം പറയുമ്പോഴേ ഞാൻ ആലോചിക്കണേ, വെള്ളം വരണ്ടേ, വയൽ വെള്ളം വരണ്ടേ. ഞാൻ തരാം. ആദ്യം നമുക്ക് സിനാജിൻ്റെ വായിലെ വെള്ളം ഒന്ന് മാറ്റിയിട്ട് മതി ഇല്ല. ഓക്കെ, എനിക്ക് അത് കൊതി മൂത്തിട്ടാ ഒരു വിഷയം ഒന്നും പറയാൻ പറ്റില്ല. കാരണം ദുര മൂക്കുമ്പോൾ എന്തായാലും ഈ ശരിക്കും പറഞ്ഞാൽ വിക്കുള്ള കഥാപാത്രം ഇപ്പം അല്ലല്ലോ, അടിപൊളിയാ. മൂവണ്ടമങ്ങയാ സൂപ്പറാ. ഈ വിക്ക് കഥാപാത്രങ്ങളിൽ അതിൽ അതിൻ്റെ പേരെന്താ? മന്ത്രി ഗുണശേഖരൻ അല്ലേ? അതും പഠിച്ചു വെച്ചിട്ടുണ്ടോ ദൈവമേ, നമ്മളപ്പോൾ അരച്ച് കുറിച്ച് വെച്ചേക്കണല്ലേ. അപ്പോൾ ഈ ഗുണശേഖരൻ എന്ന് പറഞ്ഞ കഥാപാത്രത്തിൽ എന്ത് പറയുമ്പോൾ നമ്മളിപ്പോൾ പോണ്ട, പക്ഷേ മൂമെൻറ്റ്സ് ഇതൊക്കെ ചുണ്ടൊക്കെ നിങ്ങൾ വേറെ രീതിയിലാണ് ആൾക്കാർ തെറ്റിയത്. അപ്പോൾ ചില ആൾക്കാരുടെ അടുത്ത് ചോദിക്കും, ഇപ്പം ഞാനൊരു വിക്കനാണ്, എപ്പോഴും വിക്ക് വരുന്ന ചോദിക്കണം എൻ്റെ അടുത്ത്. നിങ്ങൾ കേട്ടിട്ടുള്ളതെങ്കിലും പക്ഷേ എപ്പോഴും ഇങ്ങനെ വിക്ക് വരാം സംസാരിക്കുമല്ല. അപ്പം നീ എൻ്റെ കോമഡി പറഞ്ഞു കഴിഞ്ഞു. എപ്പോഴും ഇങ്ങനെ എന്താ സാരില്ല, സംസാരിക്കില്ല. എൻ്റെ മറ്റേ അടികൊള്ളണ്ടായിരുന്നു. അങ്ങനെയല്ലല്ലോ. പിന്നെ ചേട്ടൻ എപ്പോഴും വിക്ക് വരുന്ന എപ്പോഴും വരില്ല, സംസാരിക്കാൻ മാത്രം വിക്ക് വരും. അതിന് പകരം സിനാജ് ചോദിച്ചു, ചേട്ടൻ സംസാരിക്കും വിക്ക് വരാറുണ്ട്. അതില്ല, ഒരിക്കലും ഇല്ല. അതിന് ഉദാഹരണം, അതായത് നമ്മുടെ ഒരു ഒരിക്കലും വിക്കുള്ള ആൾക്കാരെ കളിയാക്കണമല്ല കേട്ടോ. നിങ്ങൾ ചിലപ്പോൾ ഒരു പക്ഷേ ഇത് കേട്ടിട്ട് നിങ്ങളുടെ വിക്ക് തന്നെ പോയെന്ന് കയ്യിൽ നിന്ന്, അതായത് വിട്ടുപോയി തന്നെ വരാം അല്ലേ. അപ്പോൾ ഒരു വിക്കുള്ള ആളെടുത്ത് വെച്ചേ, വിക്കുള്ള ആളെടുത്ത് വെച്ചു, ചേട്ടാ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പാട്ട് പാടുമ്പോൾ വല്ല പ്രശ്നം ഉണ്ടാവും? പാട്ട് പാടുമ്പോൾ എനിക്ക് വിക്ക് പ്രശ്നമല്ല. അപ്പോൾ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള പാട്ട് ആരുടെയാണ്? എനിക്ക് എ.ആർ. റഹ്മാൻ്റെ പാട്ടാണ് എനിക്കിഷ്ടം. അതെന്താ? അതിൽ കംപ്ലീറ്റ് വിൽക്കാന്ന്. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? എന്താ കാരണം? എ.ആർ. റഹ്മാൻ്റെ പാട്ടുകളെല്ലാം റിപ്പീറ്റേഷൻ ഉണ്ട്. മുസ്തഫ മുസ്തഫ ഡോൺ വെറി മുസ്തഫ, അതിൽ 3 മുസ്തഫ വന്നു. അതേമാതിരി ഒട്ടകത്തെ കട്ടിക്കോ കട്ടിക്കോ ഒട്ട് വെച്ച അത് എല്ലാം തന്നെ. പിന്നെ പിന്നെ ഏതാ? അയ്യോ വേറെന്താ? ഊർവശി ടേക്ക് ഇറ്റ് ഈസി ഊർവശി ഹമ്മ 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 ഹമ്മ. അപ്പൊ ഈ വിക്കുള്ള ആൾക്കാർക്ക് പാടാൻ വേണ്ടിയിട്ടാണ് എ.ആർ. റഹ്മാൻ. പക്ഷെ നമ്മുടെ ഓസ്കാർ ജേതാവാണ്. ദൈവമേ, അദ്ദേഹത്തെ കളിയാക്കി പറഞ്ഞല്ല, ഇതൊരു അല്ല. ഞാൻ പറഞ്ഞ എ.ആർ. റഹ്മാൻ സാറിൻ്റെ പാട്ടുകൾ എല്ലാവർക്കും ഇഷ്ടമാവും, ഈ വിക്കുള്ള ആൾക്കാർക്ക് ഇഷ്ടമാവാൻ കാരണം ഇങ്ങനെ റിപ്പീറ്റേഷൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് അങ്ങനെയുള്ള പാട്ടുകൾ, റിപ്പീറ്റേഷനുള്ള പാട്ടുകൾ ഏതെങ്കിലും അറിയാമോ? അല്ല, ശരിക്കും എ.ആർ. റഹ്മാൻ്റെ എല്ലാ പാട്ടുകളും അങ്ങനെ ഉണ്ടാവും, എല്ലാത്തിനും റിപ്പീറ്റേഷൻ. പക്ഷേ നമുക്ക് എന്തായാലും ഈ അടുത്ത് അവസരത്തിൽ അഭിമാനം തോന്നിയൊരു ആൾ തന്നെയാണ് എ.ആർ. റഹ്മാനും നമ്മുടെ പൂക്കുട്ടി. എന്താ പൂക്കുട്ടിയോ? പക്ഷേ എനിക്ക് ഞാൻ പറയാട്ടോ, സത്യം പറഞ്ഞാൽ നമ്മൾ പേപ്പർ വായിച്ചപ്പോൾ ഇന്ന് മലയാള മനോരമയിൽ ഒരാൾ നിൽക്കുന്നു, മറ്റു മാതൃഭൂമിയുടെ പരസ്യത്തിലും ഇയാൾ നിൽക്കുന്നു. കാണുമ്പോൾ നമുക്ക് അഭിമാനം തോന്നിയിട്ട് സത്യം പറയാം. നമ്മുടെ ഒരു ഇതന്നെ ഞാൻ ഈ എ.ആർ. റഹ്മാൻ്റെ പാട്ട് ഈ അടുത്തൊരു ഗാനമേള ട്രൂപ്പ് പാടി കേട്ടിട്ട് എൻ്റെ രോമം ഇല്ലെങ്കിലും ഉള്ള രോമം എനിറ്റു എന്നുള്ളതാണ്. ശരിക്കും രോമില്ലാത്തതുകൊണ്ടാണ് എനിക്കത്. ആരോ പറഞ്ഞ മാതിരി എനിക്ക് തോലാഞ്ചം വരുള്ളൂ, രോമാഞ്ചം വരില്ല. അല്ല, രോമില്ലാത്തതുകൊണ്ട്. രോമുള്ളവർക്കല്ലേ രോമാഞ്ചം വരും, എനിക്ക് തോലാഞ്ചം. എന്തായാലും നമുക്ക് എനിക്ക് വേണ്ടിയിട്ട് ഞാനല്ലാതെ കണ്ട് തന്നെ, എൻ്റെ പടത്തിൻ്റെ എപ്പിസോഡല്ലാതെ കണ്ട് തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എ.ആർ. റഹ്മാൻ്റെ ഒരു പാട്ട്, ഇത് എപ്പിസോഡായിട്ട് യാതൊരു ബന്ധമില്ലാത്തതാണ്. പക്ഷേ ആ കലാകാരൻ്റെ മനസ്സും നന്മയും, ഇത്രയും വലിയൊരു കലാകാരന് ഓസ്കാർ അവാർഡ് കിട്ടി നമ്മുടെ ഒരു ഇന്ത്യക്കാരൻ, അല്ലെങ്കിൽ മലയാളി, ഇന്ത്യ നോക്കണ്ട, മലയാളി, അല്ലെങ്കിൽ അത് എന്താ പറയുക, ഒരു ഇന്ന തമിഴിനോ അല്ലെങ്കിൽ മലയാളിയോ അല്ലെങ്കിൽ ഹിന്ദിക്കാരനോ ഇംഗ്ലീഷുകാരനോ ഒന്നല്ല. എ.ആർ. റഹ്മാൻ്റെ അച്ഛനാ, ഫാദർ ആരെന്നറിയാമോ? അറിയാം. ആരാ? അച്ഛനാണല്ലേ?
അദ്ദേഹം മലയാള സിനിമയിൽ നല്ലൊരു സംഗീത RK ശേഖർ. വെരി ഗുഡ്, നല്ലൊരു സംഗീത സംവിധായകനായിരുന്നു.